നമസ്കാരം. എക്സിറ്റ് പോളുകൾ പുറത്തു വന്നതിന് പിന്നാലെ കേരളമാണ് ദേശീയ തലത്തിൽ വലിയ ചർച്ചാ വിഷയം. ബിജെപിക്ക് ബാലികേറ മലയായ കേരളത്തിൽ അക്കൗണ്ട് തുറക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് വാർത്താ പ്രാധാന്യം നേടും എന്ന് മാത്രമല്ല, കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ അടിമുടി മാറ്റിമറിക്കുകയും ചെയ്യും. നിലവിലെ സാഹചര്യത്തിൽ ബിജെപി കേരളത്തിൽ 27% വോട്ട് പിടിക്കുമെന്ന് സർവേകൾ പ്രവചിച്ചപ്പോൾ നെറ്റിച്ചുളിച്ച ആളുകളാണ് ഭൂരിഭാഗവും. എന്നാൽ കണക്കുകൾ മനസ്സിലാക്കിയാൽ ഈ ഒരു പ്രശ്നം ഒഴിവാക്കാൻ കഴിയും. ഏതാണ്ട് 1.5 കോടി ജനങ്ങൾ മാത്രമാണ് ഇക്കുറി പോളിംഗ് ബൂത്തിലേക്ക് പോയത്. നിലവിൽ 30 ലക്ഷമാണ് ബിജെപിയുടെ കേരളത്തിലെ വോട്ട് വിഹിതം എന്ന് പറയുന്നത്. ഇത് 45 ലക്ഷത്തിലേക്ക് എത്തിക്കാൻ ബിജെപിക്ക് സാധിച്ചാൽ ദേശീയ മാധ്യമങ്ങൾ പറയുന്ന 27% എന്ന വോട്ട് വിഹിതം സ്വന്തമാക്കാൻ സാധിക്കും. 3-4 മണ്ഡലത്തിലധികമായി 1 ലക്ഷം വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞു എങ്കിൽ ഇത് സാധ്യവുമാണ്. ആലപ്പുഴ, പത്തനംതിട്ട, പാലക്കാട് തുടങ്ങിയ മണ്ഡലങ്ങളിലാണ് ഇതിനുള്ള സാഹചര്യം ഉള്ളത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കോഴിക്കോട് അടക്കമുള്ള ഇടങ്ങളിൽ വോട്ട് വിഹിതം വർദ്ധിക്കുമെന്നുള്ള ചില സൂചനകളും പുറത്തു വന്നിരുന്നു. അങ്ങനെയെങ്കിൽ 45 ലക്ഷം നേടാൻ ബിജെപിക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ജയമല്ലെങ്കിൽ രണ്ടാമത് എന്നുള്ള സാധ്യത ആലപ്പുഴയിലും പത്തനംതിട്ടയിലും പാലക്കാടും അടക്കം നിലനിൽക്കുന്നുമുണ്ട്. ഈ സർവേ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ബിജെപി ക്യാമ്പുകൾ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളും ഇതൊക്കെ തന്നെയാണ്. ആലപ്പുഴയിൽ ബിജെപി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ 2ാം സ്ഥാനത്ത് എത്തും എന്ന് പറഞ്ഞത് ബിജെപിയുടെ നേതാക്കളോ ബിജെപിയുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും കേന്ദ്രങ്ങളോ ആയിരുന്നില്ല, മറിച്ച് കോൺഗ്രസ് തന്നെയായിരുന്നു. ആലപ്പുഴയിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ കണക്കിലായിരുന്നു ശോഭാ സുരേന്ദ്രൻ 2ാം സ്ഥാനം നേടും എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നത്. ഇതിനർത്ഥം ഈ ദേശീയ മാധ്യമങ്ങൾ പറയുന്ന 27% എന്ന വോട്ട് വിഹിതത്തിലേക്ക് ബിജെപി നടന്നെടുക്കുന്നു എന്ന് തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പോടുകൂടി ബിജെപിയുടെ ആ മുന്നേറ്റം എത്രത്തോളമായി എന്ന് കൃത്യമായി കേരളത്തിന് മനസ്സിലാവും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.